ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിയെ അടവയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അടവയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ അതിൽ കാണിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ വേറൊരു കോഴി നമ്മുടെ പൊരുന്തിയിട്ടുണ്ട്. അതിനെ അടവയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ആവശ്യത്തിന് വൈക്കോലൊക്കെ സെറ്റ് ചെയ്തിട്ട്, വൈക്കോലാണ് ഞങ്ങൾ അട വയ്ക്കാറ്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചാരം വിതറും, കൊഴുപ്പേ വരാതിരിക്കാൻ നല്ലതാണ്. പിന്നെ മഞ്ഞൾ, 2 കഷ്ണം മഞ്ഞൾ വെച്ചു അതിൻ്റെ ഉള്ളിൽ. പിന്നെ കരിക്കട്ട കുറച്ചുണ്ടായിരുന്നുള്ളൂ, 2 കഷ്ണം കരിക്കട്ടയും അതിൻ്റെ ഇടയിൽ വെച്ചു. പിന്നെ ഒരു കഷ്ണം ഇരുമ്പിൻ്റെ ഒരു കഷ്ണം വെച്ചു. ഇതൊന്നും ഇല്ലെങ്കിലും കോഴി മുട്ടയിട്ട് അടയിരിക്കും, വിരിയുകയൊക്കെ ചെയ്യും. പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസം എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. പിന്നെ കഴിഞ്ഞ തവണ നമ്മളൊരു 6 മുട്ടയാണ് അട വെച്ചിരുന്നത്. ഇത്തവണ ഒരു 10 മുട്ട അട വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കോഴി തന്നെ പോയി ഇരുന്നിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ഇവൾക്ക് കുറച്ച് മടിയാണ്. അപ്പോൾ ഇവളെ നമ്മൾ പിടിച്ചിരുത്തേണ്ടി വന്നു. അപ്പോൾ അവളെ അങ്ങനെ അട വെച്ചിട്ടുണ്ട്. 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും വിരിഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ അവളെ അടച്ച് സേഫായിട്ട് വെച്ചു. ഇനി കഴിഞ്ഞ തവണ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിയെയും കാണാം. അവർ നമ്മുടെ ഒരു പഴയ ലവ് ബേർഡ്സിൻ്റെ കൂടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് മാറ്റിയത്. അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ചാക്കൊക്കെ വിരിച്ചു കൊടുത്തിട്ട് അമ്മയും മക്കളെ അതിലേക്ക് മാറ്റി. കീരിയുടെ ശല്യമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ശ്രദ്ധ വേണം. അത് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾക്കിപ്പോൾ 2 ആഴ്ച പ്രായമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് സ്റ്റാർട്ടറും അവിൽത്തോടും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതാണ് കഴിക്കാൻ കൊടുക്കുന്നത്. അത് അവർ നല്ലപോലെ കഴിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നല്ല ആക്റ്റീവായിട്ട് തന്നെ അവരിയ്ക്കുന്നുണ്ട്. അത് നല്ലപോലെ കുഴച്ച് വെള്ളം ചേർത്ത് കുഴച്ച് സ്റ്റാർട്ടറും തവിടും കൂടിയാണ് കൊടുക്കുന്നത്. അവരത് നല്ലപോലെ കഴിക്കണം കാണാം. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ആദ്യം അടവച്ച കോഴിയും. ഏകദേശം ഈ കളറൊക്കെ തന്നെയാണ്. പിന്നെ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമാണ് നമ്മൾ കുടിക്കാൻ കൊടുക്കാറ് ചെറിയ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇലയും പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ടുള്ള വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.